നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് നാളുകളേറെയായിട്ടും വിമാന സർവീസുകൾ പലയിടത്തും പഴയ നിലയിൽ ആയിട്ടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും കുവൈറ്റിലും സമാനമായ അവസ്ഥ തന്നെയാണ്. സൗദി അറേബ്യയിലാണെങ്കിൽ നീണ്ട 2 വർഷത്തെ വിലക്കിന് ശേഷം ജനുവരി ആദ്യവാരം മുതലാണ് സൗദി ഇന്ത്യയുമായി എയർ ബബിൾ കരാർ മൂലം സർവീസുകൾ ആരംഭിച്ചത്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ നിന്ന് പലർക്കും സൗദിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഏറെ ആശങ്ക നൽകുന്ന വാർത്തയാണ് അവരെ തേടിയെത്തുന്നത്. സൗദിയിൽ പ്രവാസികളുടെ താമസരേഖയുടെയും വിസയുടെയും കാലാവധി നീട്ടുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. ജനുവരി 31 വരെയാണ് ഇവ പുതുക്കാനുള്ള സമയമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു കഴിഞ്ഞു. ഡിസംബറിൽ അവസാനിക്കേണ്ട കാലാവധി ജനുവരി 31 വരെ ദീർഘിപ്പിക്കുകയായിരുന്നു. സൗദിയിലേക്ക് പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന രാജ്യങ്ങളിലെ താമസക്കാരുടെ താമസരേഖയുടെയും എക്സിറ്റ് റിട്ടേൺ വിസയുടെയും സമയപരിധിയാണ് നീട്ടുന്നത്. കോവിഡ് കേസുകൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിമാനവിലക്ക് ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്ന് രാജ്യത്തേക്ക് തിരിച്ചെത്താൻ കഴിയാത്തവരുടെ താമസരേഖയായ ഇഖാമ, റീ എൻട്രി വിസ, സന്ദർശന വിസകൾ എന്നിവയുടെ കാലാവധി നീട്ടുന്നതായിരിക്കും. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് 2022 ജനുവരി 31 വരെ സൗജന്യമായി നീട്ടു നൽകിയത്. യാത്രാവിലക്കുകൾ കാരണം സൗദിയിലേക്ക് വരാനാകാതെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് തീരുമാനം ഗുണകരമാകുന്നതായിരുന്നു. സൗദി വിദേശകാര്യ മന്ത്രാലയം ഇഷ്യൂ ചെയ്ത വിസിറ്റ് വിസകളുടെ കാലാവധിക്കും പുതിയ പ്രഖ്യാപനം ബാധകമാകും. നിലവിൽ രാജ്യത്തിന് പുറത്തുള്ളവർക്കാണ് ഈ ഇളവ് അനുവദിക്കുക. കോവിഡ് കാരണമുള്ള യാത്രാവിലക്ക് നേരിടുന്ന രാജ്യക്കാർക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് കാരണം ജനങ്ങൾക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് പ്രയാസങ്ങളും ലഘൂകരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചത്. സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. വിസ പുതുക്കി ലഭിക്കുന്നതിനായി ജവാസാത്ത് ഓഫീസുമായോ മറ്റോ ബന്ധപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. വിസ പുതുക്കൽ നടപടിക്രമങ്ങൾ ഓട്ടോമാറ്റിക്കായി തന്നെ പൂർത്തിയാകും. നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. കോവിഡ് പശ്ചാത്തലത്തിൽ നാടുകളിൽ കുടുങ്ങിയവരുടെ വിസ കാലാവധി മുമ്പേ പലവട്ടം സൗദി അധികൃതർ നീട്ടി നൽകിയിരുന്നു. അവസാനമായി ഡിസംബർ 30 വരെയായിരുന്നു നീട്ടി നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ ഡിസംബർ 1 മുതൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അനുമതി നൽകിയ സാഹചര്യത്തിൽ പുതിയ ആനുകൂല്യം ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കുമോ എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.